വലിയ ആഭ്യന്തര പ്രക്ഷോഭം നടന്ന ഇറാനിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ഏതാണ്ട് ശാന്തമായി വരുന്നു. ഇതിന് കാരണമായി പറയുന്നത് അയൽ രാജ്യത്ത് നിന്ന് ഷിയ വംശജരായ കുറച്ച് ആളുകൾ എത്തുകയും ഈ പ്രക്ഷോഭകാരികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു, എന്ന് വെച്ചാൽ കൊന്നുകളയുന്നവരെയാണ്. അങ്ങനെയാണെങ്കിൽ സൈനികപരമായിട്ടുള്ള നടപടികൾ പോലും ഈ വന്ന ആളുകൾ സ്വീകരിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? അതായത് ഖമനേയി ഇറാഖിൽ നിന്ന് ഷിയ സേനകളെ, അതായത് ഹിസ്ബുല്ലയൊക്കെ പോലുള്ള സേനകളെ ഇറക്കുമതി ചെയ്തു ഇറാനിലേക്ക്. ഇറാഖിൽ നിന്ന് അതായത് അതിർത്തി ക്രോസിങ്ങുകൾ വഴി 5000 പേരടങ്ങുന്ന സേനയെ ഇറാഖിൽ നിന്ന് ഷിയാകളെ ഇറക്കുമതി ചെയ്തിട്ടാണ് ഈ പ്രക്ഷോഭകരെ കൊന്നത്. അതായത് ഇതിൻ്റെ കണക്കിപ്പോൾ 3428 പേരെ കൊന്നിട്ടുണ്ട് എന്നാണ്, പ്രക്ഷോഭകാരികളെ. 3428 പേരെ സാധാരണഗതിയിൽ ഇറാന്റെ മുമ്പ് ഷായൊക്കെ പുറത്താക്കിയിട്ടുണ്ടല്ലോ 1979. അന്നൊക്കെ എന്താന്ന് വെച്ചാൽ പട്ടാളം പ്രക്ഷോഭകാരികളുടെ കൂടെ ചേരാനുള്ള സാധ്യതയുണ്ടല്ലോ. ഒരു നാട്ടുകാരാണല്ലോ അവര്, അടുത്തടുത്ത് വീടുകളും ഒക്കെ കാണില്ലേ പ്രക്ഷോഭകാരികൾക്കും പട്ടാളക്കാർക്കും ഒക്കെ. അപ്പോ ഈ പ്രക്ഷോഭകാരികളെ അവിടുത്തെ തന്നെ ഭടന്മാർക്ക് വകവരുത്താനായിട്ട് പ്രയാസം വരും. സഹോദര സ്നേഹം വരുമല്ലോ, ഭ്രാതൃത്വം എന്ന് പറയില്ലേ. അപ്പോ ഫ്രാറ്റേണിറ്റി എന്നൊക്കെ പറയുന്നത് അതില്ലാതെ, അത് ഇറാഖിൽ നിന്ന് സേനാംഗങ്ങൾ വരുമ്പോ അവർക്കത് ഉണ്ടാവില്ലല്ലോ, അവരുടെ സഹോദരന്മാര് എന്ന് കരുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇറക്കുമതി ചെയ്ത ഒരു സേനയാണ് ഈ ഇറാനിലെ സ്വന്തം നാട്ടുകാരെ, പ്രക്ഷോഭകാരികളെ കൊല്ലാൻ നല്ലത് എന്ന് ഖമനേയി കണ്ടെത്തിയിട്ടാണ് ഇറാഖിൽ നിന്ന് 5000 പേരെ ഇറക്കുമതി ചെയ്തത് എന്നാണ്. ഇവരെല്ലാവരും തീർത്ഥാടകർ എന്നുള്ള നാട്യത്തിൽ വ്യാജേന ആണ് ഇറാനിലെത്തിയത്. അപ്പോൾ ഇത് ഇറാഖി ഹിസ്ബുല്ലയാണെന്ന് CNN പോലുള്ള മാധ്യമങ്ങളിലുമൊക്കെ നമുക്ക് വായിക്കാം. എന്ന് പറഞ്ഞാല് പല കാര്യങ്ങളും ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ IT-യിലും ഒക്കെ, എന്ന് പറഞ്ഞ പോലെ ഈ ഭീകരതയുടെ ഒരു ഔട്ട്സോഴ്സിങ് ഇറാനിൽ നടന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാഖിൽ നിന്ന് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാവുന്ന ഷിയാകളുടെ സേനാംഗങ്ങളെ വരുത്തി. അവരെല്ലാവരും അറബി സംസാരിക്കുന്ന ആളുകളായിരുന്നു ഈ വന്നവര്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പഷ്തു ഒന്നും സംസാരിക്കുന്നവരല്ല, അറബി സംസാരിക്കുന്ന ആളുകൾ. ഈ അങ്ങനെ ഒരുപാട് പേരെ കൊലപ്പെടുത്തിയ ശേഷം ഉള്ള ശാന്തതയാണ് ഇപ്പൊ കാണുന്നത്. അത് പക്ഷെ ഒരു താൽക്കാലിക ശാന്തത മാത്രമായിരിക്കാം. അതുകൊണ്ടാണ് ഇനിയും ഇടപെട്ട് കളയും എന്ന് ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാഖിലെ 2 തെക്കൻ അതിർത്തി ക്രോസിങ്ങുകൾ വഴിയാണ് ഇവരെത്തിയതെന്നാണ്. അതായത് ഇറാന്റെ മെയ്സാൻ പ്രവിശ്യയിലെ ഷൈബ്, പിന്നെ വാസിത്ത് പ്രവിശ്യയിലെ സുർബത്തിയ, ഈ ക്രോസിങ്ങുകൾ അതിർത്തിയിൽ മറ്റുള്ളവർക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇടയുണ്ടാവുമല്ലോ, അതാണ് ഈ ക്രോസിങ്ങുകൾ എന്ന് പറയുന്നത്. അത് ചില സമയത്ത് അടച്ചിടും, ചില സമയത്ത് തുറക്കും. അതുവഴിയാണ് ഇവരെ കടത്തി കൊണ്ടുവന്നിരിക്കുന്ന 5000 പേരെ, സ്വന്തം നാട്ടുകാരെ കൊല്ലാൻ. ഇറാഖിലെ ദിയാല, മെയ്സൻ, ബസ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ 5000 പേര് എത്തിയത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇനി വന്ന സേനകൾ ഗത്തൈബ് ഹിസ്ബുല്ല, ഹറക്കത്ത് ഹിസ്ബുല്ല അൽ നജബ, ഖത്തൈബ് സയ്യിദ് അൽ ഷുഹദ എന്നൊക്കെ പറഞ്ഞ രക്തസാക്ഷി ചാവേർ സംഘടനയാണ്. പിന്നെ ബദർ. അപ്പോൾ ഇത്രയും സംഘടനകളിൽ നിന്നുള്ള 5000 പേരാണ് ഇറാനിലെത്തി ഈ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്തത്. മൊത്തത്തിൽ ഈ സേനകൾക്കെല്ലാം കൂടി പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയും, PMF. ഇതിന്റെ ഒരു അംബ്രല്ല ഉണ്ടല്ലോ, അതാണ് PMF. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിന്റെ പേര് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ്, PMF എന്നാണ്. അപ്പോൾ ഇറാനിലെ ഹമേദാനില് ഇവര് കൂട്ടക്കൊല നടത്തി. ഇറാനിലെ ഹമേദാൻ ഭാഗത്ത് ഇറാഖിലെ ആഭ്യന്തര വകുപ്പിന്റെ വക്താവ് ഇറാഖിലെ
ആഭ്യന്തര വകുപ്പിൻ്റെ വക്താവ് അലി ഡി പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി കുറച്ച് വിവരങ്ങൾ. ദ മീഡിയ ലൈൻ എന്ന് പറഞ്ഞ മാധ്യമത്തിനോടാണ് പറഞ്ഞിരിക്കുന്നത് ഇറാഖിൻ്റെ വക്താവ്. ഡസൻ കണക്കിന് 50 സീറ്റുള്ള ബസ്സുകൾ, 50 സീറ്റർ ബസ്സുകൾ തീർത്ഥാടകരുമായി ജനുവരി 11 പുറപ്പെട്ടു. കുടുംബങ്ങളില്ലായിരുന്നു, വൃദ്ധന്മാരില്ലായിരുന്നു, മുഴുവൻ യുവാക്കളായിരുന്നു. ഇവരെല്ലാവരും കറുത്ത ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. ഇറാഖ് വക്താവ് പറഞ്ഞിരുന്നത് ഇത്രയും തീർത്ഥാടകര് കറുത്ത ടീഷർട്ട് ഇട്ട് പുറപ്പെട്ടു. കുടുംബമില്ലായിരുന്നു, വൃദ്ധരില്ലായിരുന്നു. തീർത്ഥാടകർ എന്നുള്ളത് കൊട്ടേഷൻ മാർക്കിൽ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ജനുവരി 11 ആയപ്പോൾ 60 ബസ് ഏതാണ്ട് എത്തിയിരുന്നു. ഓരോന്നിലും 50 മിനിമം 50 യാത്രക്കാർ ഉണ്ടായിരുന്നു. 60 ബസ്സുകളോളം അതിർത്തി ക്രോസിംഗ് കടന്ന് എത്തി. 31 ഇറാൻ പ്രവിശ്യകളിലായിട്ട് 614 ലൊക്കേഷനുകളിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾ ഇളകിയിരുന്നു. വെടിവെക്കാത്ത ഈ ഇറാൻ ഭടന്മാരെ, അതായത് ഇറാന്റെ സ്വന്തം സേനയുണ്ടല്ലോ, അവര് വെടിവെക്കില്ല. വെടിവെക്കാത്ത ആളുകളെയൊക്കെ, വെടിവെക്കാൻ വിസമ്മതിച്ച ഭടന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തടവിലാണ് അവര്. ഇറാനിലെ വിമത നേതാവ് മെഹ്ദി റേസ പറഞ്ഞിരിക്കുന്നത് ഇവര് ഈ ഇറാഖിൽ നിന്ന് വന്ന കുറെ ആളുകള് പട്ടാള ആസ്ഥാനത്തിന്, ഇറാനിലെ പട്ടാള ആസ്ഥാനത്തിന് കാവലിൽ നിന്നു എന്നാണ്. അപ്പോൾ ഇറാൻ പത്രപ്രവർത്തകൻ നജാത്ത് ബഹ്റാമി പറയുന്നത് ഹിസ്ബുല്ലയും ഹഷ്ദ് അൽ ഷാബിയും 2 സംഘടനകൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓസ്ലോയിലെ ഒരു ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ഇറാൻ സംഘടനയാണ് പറഞ്ഞിരിക്കുന്നത് 3428 പേരെയാണ് കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത് ഇറാനിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഒരുപക്ഷെ ഇറാനിയൻ സൈനികർക്ക് മടിയുണ്ടാവും. ആ സമയത്ത് ഇതുപോലെ വാടകയ്ക്കെടുത്ത ആളുകൾ ഇത് ഈ പറയുന്ന വിസിറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തീർത്ഥാടനം ചെയ്യാനായിട്ട് വരുന്നു എന്നുള്ള വ്യാജേന വരുന്നു. പക്ഷേ കൃത്യമായിട്ട് വാടക കൊലയാളിയെ ഇറക്കിയിട്ട് സ്വന്തം നാട്ടുകാരെ കൊല്ലുന്ന ഒരു ഭരണകൂടം, അങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചു. ഒരു കൂലിപ്പട്ടാളത്തിനെ ഇറക്കിയിട്ട് സ്വന്തം നാട്ടുകാരെ കൊല്ലുന്ന പരിപാടി. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൂലിപ്പട്ടാളത്തിന് റഷ്യയിൽ നിന്ന് പഠിച്ചതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം റഷ്യ കൂലിപ്പട്ടാളത്തിന് ഉപയോഗിച്ചിട്ടല്ലേ യുക്രൈനുമായിട്ടൊക്കെ. അതെ, സ്വന്തം സൈനികരെ ഉപയോഗിക്കില്ല. അതെ, ഈ മലയാളികൾ പോലും ആ കൂലിപ്പട്ടാളത്തിലെ അംഗങ്ങളൊക്കെ ആയിട്ട് പോകും. നിർബന്ധിത സേവനത്തിന് വിസമ്മതിച്ചാൽ പറ്റില്ല അല്ലെ, ആ രീതിയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നും ഒരു ജോലി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് പട്ടാളത്തിൽ ജോലി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് മുന്നണി പോരാളി അവർക്കാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. മുന്നണിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു പോരാൻ പറ്റും? ചിലരൊക്കെ ഞങ്ങൾ ഇതിന് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓടിയൊക്കെ വരും. അങ്ങനെ തീർത്ഥാടക വേഷത്തിൽ കറുത്ത ടീഷർട്ട് ഇട്ട ഈ ഹിസ്ബുല്ല തുടങ്ങിയ ഷിയ സേനകളെ ഇറക്കിയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഖമനൈ. പക്ഷെ ആ നിലനിൽപ്പ് അതേ കാലത്തേക്ക് നീളില്ല എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകളിലും കാണുന്നത്. ഇതൊരു തൽക്കാല ശാന്തി മാത്രമാണ്. ഈ ഇറക്കുമതി ചെയ്ത 5000 പേര് ഈ തീർത്ഥാടനം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുമല്ലോ. അതെ, തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രക്ഷോഭകർ തെരുവിലിറങ്ങുമല്ലോ. അപ്പോൾ ഇത് ഒരു തൽക്കാല ശാന്തി മാത്രമാണ്. ഈ കൂലിപ്പട്ടാളത്തിനെ ഇറക്കിയിട്ട് ഒരുപാട് കാലം ഖമനൈക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.